ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ അഥവാ ഡയറക്ഷൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അഥവാ നിർദ്ദേശിക്കൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ്. സ്റ്റാഫിംഗ് കഴിഞ്ഞതിന് ശേഷം വരുന്ന നാലാമത്തെ ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്നതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിംഗ്, supervising, motivating and leading the employees to achieve the organizational objective. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടും നേടുന്നതിന് വേണ്ടിയിട്ടും ഓർഗനൈസേഷനിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജീവനക്കാരെ ഗൈഡ് ചെയ്യുകയും ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും നയിക്കുകയും അഥവാ ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പൊതുവായ പ്രവർത്തനത്തിനെയാണ് ഡയറക്റ്റിംഗ് അഥവാ നിർദ്ദേശിക്കൽ എന്ന പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡയറക്റ്റിങ്ങിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റിങ്ങിൻ്റെ എന്തൊക്കെയാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്? ഡയറക്റ്റിങ്ങിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഡയറക്റ്റിങ്ങിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രവർത്തനത്തിനെ സംയോജിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് പ്രചോദനത്തിന് സഹായിക്കുന്നുണ്ട്. നാലാമത് മാറ്റങ്ങൾ സാധ്യമാക്കുന്നുണ്ട്. അഞ്ചാമത് സ്ഥാപനത്തിൽ സ്ഥിരത ഉണ്ടാക്കുന്നുണ്ട്. പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റ്സ് ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് തൊഴിലാളികളുടെ പ്രവർത്തനത്തിനെ സംയോജിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെ പരസ്പരം സംയോജിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡയറക്റ്റിംഗ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പ്രചോദനത്തിന് സഹായിക്കുന്നു, അല്ലെങ്കിൽ മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മാറ്റങ്ങൾ സാധ്യമാക്കുന്നു, അല്ലെങ്കിൽ ചേഞ്ചസ്, സ്ഥാപനത്തിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് മാറാനുള്ളൊരു ടെൻഡൻസി ജീവനക്കാരിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രിങ്സ് സ്റ്റെബിലിറ്റി ഇൻ ഓർഗനൈസേഷനിൽ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിനും ഡയറക്ഷൻ എന്നുള്ളത് സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ പ്രാധാന്യമായിട്ട് പറഞ്ഞത്. പിന്നെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രവർത്തനത്തിന് തുടക്കമിടുന്നു എന്നുള്ളതാണ് ആദ്യത്തെ സവിശേഷത, അല്ലെങ്കിൽ ഇനീഷ്യേറ്റ്സ് ആക്ഷൻ. രണ്ടാമത്തേത് സർവ്വവ്യാപിയാണ്, അല്ലെങ്കിൽ പെർവേസീവാണ്. മൂന്നാമത്തേത് തുടർച്ചയായ പ്രക്രിയയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂവസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നാലാമത്തേത് മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഒഴുകുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷത പറഞ്ഞത്. കണ്ടിന്യൂവസ് പ്രോസസ്, ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം, ഇനീഷ്യേറ്റ്സ് ആക്ഷൻ, പെർവേസീവ്. പിന്നെ നമ്മളതിന് ശേഷം അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്? ആദ്യത്തേത് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ. രണ്ടാമത്തേത് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്. മൂന്നാമത്തേത് യൂണിറ്റി ഓഫ് കമാൻഡ്. നാലാമത്തേത് അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്. അഞ്ചാമത്തേത് മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ. ആറാമത്തേത് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഏഴാമത്തേത് ലീഡർഷിപ്പ്. എട്ടാമത്തേത് ഫോളോ ത്രൂ. അതായത് നിർദ്ദേശിക്കലിൻ്റെ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പരമാവധി എന്തൊക്കെയാണ്? വ്യക്തികളുടെ പരമാവധി സംഭാവന ആദ്യത്തേത്. രണ്ടാമത്തേത് ലക്ഷ്യങ്ങളുടെ യോജിപ്പ്. മൂന്നാമത്തേത് യൂണിറ്റി ഓഫ് കമാൻഡ്. നാലാമത്തേത് മാനേജീരിയൽ ആശയവിനിമയം. അഞ്ചാമത്തേത് ശരിയായ ഡയറക്ഷൻ ടെക്നിക്ക്. ആറാമത്തേത് അനൗപചാരിക സംഘടനയുടെ ഉപയോഗം. ഏഴാമത്തേത് നേതൃത്വം. എട്ടാമത്തേത് തുടർച്ചാ നടപടി അഥവാ ഫോളോ ത്രൂ. അതായത് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്, യൂണിറ്റി ഓഫ് കമാൻഡ്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്കിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ്, മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ, യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ് ആൻഡ് ഫോളോ ത്രൂ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ അഥവാ ഡയറക്ഷൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അഥവാ നിർദ്ദേശിക്കലിൽ പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണുള്ളത്. ഒന്ന് സൂപ്പർവിഷൻ അഥവാ മേൽനോട്ടം. രണ്ടാമത്തേത് മോട്ടിവേഷൻ അഥവാ പ്രചോദനം. മൂന്നാമത്തേത് ലീഡർഷിപ്പ് അഥവാ നേതൃത്വം. നാലാമത്തേത് കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. ഇങ്ങനെ 4 തരത്തിലുള്ള എലമെൻറ്റ്സാണ് ഡയറക്ഷനുള്ളത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഈ 4 എലമെൻറ്റുകളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ഈ 4 എലമെൻറ്റുകളും അതിനോടനുബന്ധിച്ചുള്ള അതിൻ്റെ പ്രാധാന്യവും ഫീച്ചേഴ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ചില തിയറീസ് ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സൂപ്പർവിഷൻ എന്താണെന്ന് നോക്കാം. സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്.
Supervision means overseeing what is being done by subordinates and giving instructions to ensure optimum utilization of resources and achievement of work targets. The functions and performance of the supervisor are vital to any organization because he is directly related with workers, whereas other managers have no direct touch with bottom level workers. അപ്പോൾ എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ നോക്കാം. സൂപ്പർവിഷൻ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് സൂപ്പർ എന്ന വാക്കിൽ നിന്നും വിഷൻ എന്ന വാക്കിൽ നിന്നുമാണ്. സൂപ്പർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മുകൾ. വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ച. അപ്പോൾ മുകൾ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഉയർന്ന കാഴ്ച അല്ലെങ്കിൽ മേൽനോട്ടം എന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. സൂപ്പർവിഷൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ മേൽനോട്ടം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഉന്നതങ്ങളിലേക്കുള്ള നോട്ടം, അല്ലെങ്കിൽ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഉയർച്ചയിലേക്കുള്ള നോട്ടം എന്നൊക്കെ പറയാം. സൂപ്പർവിഷൻ മീൻസ് എന്താണ്? ഓവർസീയിങ് വാട്ട് ഈസ് ബീയിങ് ഡൺ ബൈ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓവർസീ ചെയ്യുന്ന പ്രവർത്തനമാണ് സൂപ്പർവിഷൻ. ആൻഡ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ് ടു എൻഷുവർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് വർക്ക് ടാർഗറ്റ്സ്. അതായത് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ കീഴ് ജീവനക്കാരുടെ ജോലി നോക്കി നടത്തുന്നതിനെയാണ് മേൽനോട്ടം എന്ന പ്രവർത്തനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ജോലി ചെയ്യുന്നതിൽ കീഴ് ജീവനക്കാരനെ നേരിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് മേൽനോട്ടം അഥവാ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഓവർസീയിങ് എന്നർത്ഥം, അല്ലെങ്കിൽ അവരെ നയിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ് സൂപ്പർവിഷൻ. വാട്ട് ഈസ് ബീയിങ് ഡൺ ബൈ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കീഴ് ജീവനക്കാരൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓവർസീ ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക, അതാണ് സൂപ്പർവിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്, അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ടു എൻഷുർ, എന്തിനു വേണ്ടിയിട്ടാണത്? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് വർക്ക് ടാർഗറ്റ്സ്. സ്ഥാപനത്തിലെ ജോലി പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ റിസോഴ്സസിൻ്റെ കാര്യക്ഷമമായ ഉപയോഗത്തിന് വേണ്ടിയിട്ടും കീഴ് ജീവനക്കാരെ നിർദ്ദേശിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും അല്ലെങ്കിൽ ഓവർസീ ചെയ്യുകയും ചെയ്യുന്ന പൊതുവായ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സൂപ്പർവിഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മേൽനോട്ടം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ ഫങ്ഷൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദ സൂപ്പർവൈസർ ആർ വൈറ്റൽ ടു എനി ഓർഗനൈസേഷൻ. അതായത് സൂപ്പർവൈസറുടെ ഫങ്ഷൻസും പെർഫോമൻസും ഏതൊരു ഓർഗനൈസേഷനും വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടാണെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളാണ് സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. വേറാസ് അതർ മാനേജേഴ്സ് ഹാവ് നോ ഡയറക്റ്റ് ടച്ച് വിത്ത് ബോട്ടം ലെവൽ വർക്കേഴ്സ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റ് മാനേജർമാർക്ക് ബോട്ടം ലെവൽ വർക്കേഴ്സുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ വർക്കേഴ്സുമായിട്ട് അല്ലെങ്കിൽ കീഴ് ജീവനക്കാരുമായിട്ട് നേരിട്ട് റിലേഷൻഷിപ്പ് ഉള്ളവർ, അല്ലെങ്കിൽ ബോട്ടം ലെവൽ വർക്കേഴ്സും അല്ലെങ്കിൽ ഓവർ ലെവൽ വർക്കേഴ്സുമായിട്ട് നേരിട്ട് റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾ സൂപ്പർവൈസേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദേ ഹാഡ് എ വെരി വൈറ്റൽ റോൾ ഇൻ ദ ഓർഗനൈസേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് അവർക്കുള്ളത്. ദേ ആർ ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് വർക്കേഴ്സുമായി ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയത് കാരണം കൊണ്ട് തന്നെ അവർക്ക് ഗ്രേറ്റ് റോള് ഓർഗനൈസേഷനിലുണ്ട്. വേറാസ് അതർ മാനേജേഴ്സ് ഹാവ് നോ ഡയറക്റ്റ് ടച്ച് വിത്ത് ബോട്ടം ലെവൽ വർക്കേഴ്സ്. മറ്റ് മാനേജേഴ്സിന് ബോട്ടം ലെവൽ വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് ടച്ച് ഇല്ലാത്തത് കാരണം. അതുകൊണ്ട് തന്നെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൂപ്പർവിഷൻ മീൻസ് ഓവർസീയിങ് വാട്ട് ഈസ് ബീയിങ് ഡൺ ബൈ സബോർഡിനേറ്റ്സ്. കീഴ് ജീവനക്കാർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ ഓവർസീ ചെയ്യുന്ന പ്രവർത്തനമാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് അച്ചീവ്മെൻറ്റ് ഓഫ് വർക്ക് ടാർഗറ്റ്സ്. റിസോഴ്സുകളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ മിതമായ ഉപയോഗത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ വർക്ക് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ജോലിയിലുള്ള ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ജീവനക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും അവർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെ ഓവർസീ ചെയ്യുകയും ചെയ്യുന്ന പൊതുവായ പ്രവർത്തനമാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് ദ സൂപ്പർവൈസറുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൈറ്റൽ ടു എനി ഓർഗനൈസേഷന് വളരെ വൈറ്റൽ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്തുകൊണ്ടെങ്കിൽ ബിക്കോസ് ഹീ ഈസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് വിത്ത് വർക്കേഴ്സുമായിട്ട് നേരിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളാണ് സൂപ്പർവൈസേഴ്സ് എന്ന് പറയുന്നത്. വേറാസ് അതർ മാനേജേഴ്സ് ഹാവ് നോ ഡയറക്റ്റ് ടച്ച് വിത്ത് ബോട്ടം ലെവൽ വർക്കേഴ്സ്. മറ്റ് മാനേജേഴ്സിന് ബോട്ടം ലെവൽ വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് ടച്ച് ഇല്ല. സൂപ്പർവൈസേഴ്സിനാണ് ബോട്ടം ലെവൽ വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ് ജീവനക്കാരുടെ ജോലി നോക്കി നടത്തുന്ന പ്രവർത്തനത്തിനെയാണ് മേൽനോട്ടം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജോലി ചെയ്യുന്നതിൽ കീഴ് ജീവനക്കാരനെ നേരിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെയാണ് സൂപ്പർവിഷൻ അല്ലെങ്കിൽ മേൽനോട്ടം എന്ന് പറയുന്നത്. ഇതാണ് ഡയറക്ഷൻ്റെ ആദ്യത്തെ എലമെൻറ്റ്.
ഇനി രണ്ടാമത്തെ എലമെൻ്റായിട്ട് പറയുന്നത് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം. എന്താണ് മോട്ടിവേഷൻ എന്ന് നോക്കാം. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ഡിസയേർഡ് ഗോൾസ്. മോട്ടിവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സാറ്റിസ്ഫൈയിങ് നീഡ്സ് ഓഫ് പീപ്പിൾ. It means incitement or inducement to act or move. It is the process of making subordinates to act in a desired manner to achieve certain organizational goals. അപ്പോൾ എന്താണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ ടു അക്കംപ്ലിഷ് ദ ഡിസയേർഡ് ഗോൾസ്. ഡിസയേർഡ് ഗോളുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുന്നത്? മോട്ടിവേഷൻ. അല്ലെങ്കിൽ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ജോലിക്കാരെ ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും പണിയെടുക്കുവാൻ പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചോദനം എന്ന് പറയും. ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ കീഴിലുള്ള ഓരോ ജീവനക്കാരനെയും അല്ലെങ്കിൽ ഓരോ സബോർഡിനേറ്റിനെയും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് മോട്ടിവേഷൻ. സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുക. ഒരു പ്രേരണ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ പ്രേരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മോട്ടിവേഷൻ എന്നുള്ള ഒരു എലമെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ഥാപനത്തിൻ്റെ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സ്ഥാപനത്തിന് ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജീവനക്കാരനും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജീവനക്കാരെ അല്ലെങ്കിൽ ജോലിക്കാരെ ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും പണിയെടുക്കുവാനായി പ്രേരിപ്പിക്കുന്ന പ്രക്രിയയാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മോട്ടിവേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സാറ്റിസ്ഫൈയിങ് നീഡ്സ് ഓഫ് പീപ്പിൾ. ആളുകളുടെ സാറ്റിസ്ഫൈയിങ് നീഡ്സിനനുസരിച്ചിട്ടാണ് മോട്ടിവേഷൻ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് ഇൻസൈറ്റ്മെൻറ്റ് ഓർ ഇൻഡ്യൂസ്മെൻറ്റ് ടു ആക്ട് ഓർ മൂവ്. ഒരു കാര്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനോ ലഭിക്കുന്ന പ്രേരണ അല്ലെങ്കിൽ അതിനുള്ള ഉൾവിളി എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിന് കിട്ടുന്ന ഇൻഡ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന പ്രേരണയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന പ്രവർത്തനം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് മീൻസ് ഇൻസൈറ്റ്മെൻറ്റ് ഓർ ഇൻഡ്യൂസ്മെൻറ്റ്. ഇൻഡ്യൂസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രേരണയാണ്. അല്ലെങ്കിൽ ഇൻസൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രചോദനമാകാം. ടു ആക്ട് ഓർ മൂവ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിനുള്ള സ്വയമേവയുള്ള പ്രചോദനമാകാം അല്ലെങ്കിൽ പുറത്തുനിന്ന് കിട്ടുന്ന പ്രചോദനമാവാം. ടു മൂവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോട്ടിവേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈഡ് മാനർ ടു അച്ചീവ് ദ സെർട്ടൈൻ ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത രീതിയിൽ ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഡിസൈഡ് മാനറിൽ ആക്ട് ചെയ്യാൻ സബോർഡിനേറ്റ്സിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത് രണ്ടാമത്തെ എലമെൻ്റാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എലമെൻ്റാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ് ലീഡർഷിപ്പ് എന്ന് നോക്കാം. ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ ബൈ മേക്കിംഗ് ദം സ്ട്രൈവ് വോളണ്ടറിലി ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. Leadership is the activity of influencing people to strive willingly for group objectives. Leadership is both a process and property. ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്നതാണ് ഡയറക്റ്റിങ്ങിൻ്റെ മൂന്നാമത്തെ എലമെൻറ്റ്. എന്താണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ആളുകളുടെ പെരുമാറ്റത്തിനെ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ലീഡർഷിപ്പ് എന്നു സൂചിപ്പിക്കുന്നത്. ബൈ മേക്കിംഗ് ദം സ്ട്രൈവ് വോളണ്ടറിലി ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും പണിയെടുക്കാൻ കീഴ് ജീവനക്കാരനെ പ്രചോദിപ്പിക്കുന്നതിന് ഒരു മാനേജർക്കുള്ള കഴിവിനെയാണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്നത്. പ്രചോദനം എന്ന് പറഞ്ഞാൽ സ്വയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആകാം അല്ലെങ്കിൽ പുറത്തുനിന്ന് ലഭിക്കുന്ന പ്രേരണ കൊണ്ടാകാം. അതാണ് പ്രചോദനം ഉണ്ടാകുന്നത്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും പണിയെടുക്കാൻ കീഴ് ജീവനക്കാരെ പ്രചോദിപ്പിക്കാൻ ഉള്ള ഒരു മാനേജറുടെ കഴിവിനെയാണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്നത്. അതായത് ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവിനെയാണ് നേതൃത്വം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ പ്രവർത്തനം കൊണ്ട് മറ്റൊരാളെ സ്വാധീനിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ടെങ്കിൽ അയാൾ എന്ത് പറയാം? ഗുഡ് ലീഡറാണ് നമുക്ക് പറയാം. അപ്പോൾ ഹി ഹാസ് എൻ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ആളുകളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ലീഡർ എന്നുള്ള പ്രവർത്തനത്തിലേക്ക് മാറുന്നത്, ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ആളുകളുടെ പെരുമാറ്റ രീതിയെ അല്ലെങ്കിൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നേതൃത്വം അഥവാ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ബൈ മേക്കിംഗ് ദം സ്ട്രൈവ് വോളണ്ടറിലി ടുവേർഡ്സ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓർഗനൈസേഷൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ
നേടിയെടുക്കാൻ വേണ്ടി ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആത്മവിശ്വാസത്തോടെയും ഉത്സാഹത്തോടെയും ജോലി ചെയ്യുന്നതിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരെ പ്രചോദിപ്പിക്കുന്നതിനുള്ള ഒരു മാനേജറുടെ കഴിവിനെയാണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റി ഓഫ് ഇൻഫ്ലുവൻസിങ്. ഇൻഫ്ലുവൻസ് ചെയ്യുക പറഞ്ഞാൽ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കപ്പെടുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ടു സ്ട്രൈവ് വില്ലിംഗ്ലി ഫോർ ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്. ഗ്രൂപ്പിൻ്റെ പൊതുവായ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടി കീഴിലുള്ള ജീവനക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്രവർത്തനമാണ് നേതൃത്വം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ബോത്ത് എ പ്രോസസ് ആൻഡ് പ്രോപ്പർട്ടി. അതൊരു പ്രോസസ്സാണെന്നും അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടി ആണെന്നും നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്? ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ബിക്കോസ് ഓഫ് ദ യൂസ് ഓഫ് നോൺ കോയേഴ്സീവ് ഇൻഫ്ലുവൻസ് ടു ഡയറക്റ്റ് ആൻഡ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ടുവേഴ്സ് ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. ഗ്രൂപ്പിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇന്നെ നോൺ കോയേഴ്സീവ് ഇൻഫ്ലുവൻസ്. നോൺ കോയേഴ്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊയേഴ്സൺ എന്ന് പറഞ്ഞാൽ ഭീഷണി നടത്തും. അപ്പോൾ ഭീഷണിയുടെ രൂപത്തിലല്ലാതെ അവരെ ഡയറക്റ്റ് ചെയ്യുകയും, ഭീഷണി രൂപത്തിൽ ഒരിക്കലും ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല, അത് തെറ്റായ രീതിയാണ്. കൊയേഴ്സൺ എന്നുള്ളത് നടപ്പിലാക്കാൻ പാടില്ല, അത് ക്രിമിനൽ ആക്റ്റാണ്. അതുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ ഒരാളെ പീഡിപ്പിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അയാളെ ഉപദ്രവിച്ചുകൊണ്ടോ ഒരു നേതൃത്വ പ്രക്രിയ ഒരു മാനേജർ നടപ്പിലാക്കാൻ പാടില്ല. അപ്പോൾ ഡയറക്ഷൻ എന്ന് നടപ്പിലാക്കുന്നത് എങ്ങനെയായിരിക്കണം? നോൺ കോയേഴ്സീവ് മാനറിലായിരിക്കണം. നോൺ കോയേഴ്സീവ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താതെയോ ഉപദ്രവിക്കാതെയോ ദേഹോപദ്രവം ചെയ്യാതെയോ അത്തരത്തിലുള്ള രീതിയിലായിരിക്കണം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതാണ് ഗുഡ് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എങ്ങനെയായിരിക്കണം? ഇൻ എൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിൽ മെമ്പേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് നോൺ കൊയേഴ്സീവ് മാനറിലല്ല ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് പ്രോസസ് ഓഫ് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ കാരണം? ആസ് എ പ്രോപ്പർട്ടി ലീഡർഷിപ്പ് ഈസ് എ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ഓർ ക്യാരക്ടേഴ്സ് attributed to those who are perceived successfully employ such influence. പ്രോപ്പർട്ടി എന്ന രീതിയിൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ഓർ ക്യാരക്ടേഴ്സ്. ക്വാളിറ്റികളുടെയോ ക്യാരക്ടറുകളുടെയോ ഒരു സെറ്റാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ടഡ് ടു ദോസ് ഹു ആർ പേഴ്സീവ്ഡ് സക്സസ്ഫുള്ളി എംപ്ലോയ് സച്ച് ഇൻഫ്ലുവൻസ്. ഒരു വ്യക്തിയുടെ സ്വമേധയാ ഉള്ള അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ചില വിശേഷണങ്ങളുടെയും അയാളുടെ സവിശേഷ ഗുണങ്ങളുടെയും ഒരു കൂട്ടമാണ് അയാളുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഹു ആർ പേഴ്സീവ്ഡ് സക്സസ്ഫുള്ളി എംപ്ലോയ് സച്ച് ഇൻഫ്ലുവൻസ്. ആ വ്യക്തിയുടെ ഉള്ളിലുള്ള അത്തരത്തിലുള്ള ക്വാളിറ്റികളും ക്യാരക്ടറും മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ജീവനക്കാരിലേക്ക് അയാൾ പകർന്നു കൊടുക്കുന്ന ഒരു രീതിയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കതിന് എന്ത് പറയാം? പ്രോപ്പർട്ടി എന്ന് പറയാം. ഇപ്പോൾ ഹോണസ്റ്റി എന്നുള്ളത് ഒരു ലീഡർക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. സത്യം പറയുക അല്ലെങ്കിൽ സത്യസന്ധത എന്ന് പറയുന്നത്. സത്യസന്ധത ലീഡർക്ക് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? ലീഡർക്ക് സത്യസന്ധത ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി കീഴ്ജീവനക്കാർക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ ലീഡറുടെ സത്യസന്ധത കണ്ടിട്ടാണ് കീഴ്ജീവനക്കാർ സത്യസന്ധരായി മാറുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയാം? അതൊരു ക്വാളിറ്റിയാണ്. ഒരു ലീഡർക്ക് വേണ്ട എസെൻഷ്യൽ ക്വാളിറ്റിയാണ് സത്യം മാത്രം പറയുക അല്ലെങ്കിൽ സത്യസന്ധത പറയുക അല്ലെങ്കിൽ സത്യസന്ധത നടപ്പിലാക്കുക എന്നുള്ളത്. ആ ക്യാരക്ടർ കണ്ടിട്ടാണ് കീഴ്ജീവനക്കാർ എന്ത് ചെയ്യുന്നത്? ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ക്യാരക്ടർ അവരിലേക്ക് പകർന്നു കിട്ടുന്നത്. അവരുടെ ലൈഫിലുടനീളം അല്ലെങ്കിൽ ജോലിയിലുടനീളം അവരെന്ത് ചെയ്യും? സത്യസന്ധത പാലിക്കാൻ അല്ലെങ്കിൽ പുലർത്താൻ അവർ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി എന്നുള്ളതാണ് ലീഡർഷിപ്പിൻ്റെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ദ ബിഹേവിയർ ഓഫ് പീപ്പിൾ. ആളുകളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ജീവനക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു നേതാവിൻ്റെ ഗുണത്തിനെയാണ് ലീഡർഷിപ്പ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നാലാമത്തതാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് നോക്കാം. Communication is the sum total of all things one person does when he wants to create understanding in the mind of another. It involves systematic and continuous process of telling, listening and understanding. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ തിങ്സ് വൺ പേഴ്സൺ ഡസ് വെൻ ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ മൈൻഡ് ഓഫ് അനദർ. മറ്റൊരാളുടെ മനസ്സിൽ ആശയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും അയാളുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയാം. പരസ്പര ധാരണകൾ ഉണ്ടാക്കുന്നതിനായി വ്യക്തികൾ തമ്മിൽ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, വസ്തുതകൾ, വികാരങ്ങൾ മുതലായവ കൈമാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത്.
ആശയവിനിമയം എന്ന് പറഞ്ഞാൽ സം ടോട്ടൽ ഓഫ് ആൾ തിങ്സ് വൺ പേഴ്സൺ ഡസ്. ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും ആകെത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അത് വെൻ ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ മൈൻഡ് ഓഫ് അനദർ. മറ്റൊരാളുടെ മനസ്സിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കമ്മ്യൂണിക്കേഷനായിട്ട് പറയാം. അതിലെന്തൊക്കെയാവാം? നോട്ട് ഓൺലി ടെല്ലിംഗ് മാത്രമല്ല, സംസാരിക്കൽ മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആംഗ്യങ്ങളാകാം, ചലനങ്ങളാകാം, ലിസണിങ് ആകാം, അണ്ടർസ്റ്റാൻഡിങ് ആവാം, ജെസ്റ്റേഴ്സ് ആകാം, ഭാഷകളാകാം. ബട്ട് ദോ ഇറ്റ് ഇൻവോൾവ്സ് സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സ്. തുടർച്ചയായ ഒരു പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആണ്. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് ആൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സ് ഓഫ് ടെല്ലിംഗ് ആകാം, ലിസണിങ് ആകാം, അണ്ടർസ്റ്റാൻഡിങ് ആകാം. ഇതിൻ്റെ ഒരു കൂട്ടമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 4 തരത്തിലാണ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ ഉള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ മോട്ടിവേഷൻ തിയറി എന്നൊക്കെ കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യം, ലീഡർഷിപ്പിൻ്റെ സ്റ്റൈലുകൾ, ലീഡറുടെ ക്വാളിറ്റികൾ, അങ്ങനെ കുറേ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്ത തരങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ 4 തരത്തിലാണ് ഡയറക്ഷൻ്റെ എലമെൻ്റ് ഉള്ളത്. ഒന്ന് സൂപ്പർവിഷൻ, രണ്ടാമത്തത് മോട്ടിവേഷൻ, മൂന്നാമത്തത് ലീഡർഷിപ്പ്, നാലാമത്തത് കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾ 2-3 ടേംസുകളോടെയാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള 2-3 ടേംസ്. എന്താണ് മോട്ടീവ് എന്ന് നോക്കാം. ഇത് 2-3 ടേംസാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള 2-3 ടേംസാണ്. ഈ ചാപ്റ്ററിൽ വരുന്ന ചില ടേംസുകളാണ്. 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചില ടേംസാണ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേരണ എന്നർത്ഥം. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കലാണെങ്കിൽ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രേരണ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് മോട്ടീവ് എന്ന് നോക്കാം. മോട്ടീവ് ഈസ് ആൻ ഇന്നർ സ്റ്റേറ്റ് ദാറ്റ് എനർജൈസസ്, ആക്ടിവേറ്റ്സ് ആൻഡ് മൂവ്സ് ആൻഡ് ഡയറക്ട്സ് ബിഹേവിയർ ടുവേഴ്സ് ഗോൾസ്. മോട്ടീവ്സ് അറൈസസ് ഔട്ട് ഓഫ് ദ നീഡ്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. സം മോട്ടീവ്സ് ആർ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്യൂരിറ്റി, റെക്കഗ്നിഷൻ, അഫിലിയേഷൻ, നീഡ് ഫോർ കംഫർട്ട്, എക്സെട്ര. മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രേരക ഘടകം എന്നാണ് അർത്ഥം. അതായത് നിശ്ചിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി വ്യക്തികളെ ഉദ്ദീപിപ്പിക്കുന്ന ആന്തരിക അവസ്ഥയാണ് മോട്ടീവ് അല്ലെങ്കിൽ പ്രേരക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി എനർജൈസസ് ചെയ്യുന്ന ചില ആന്തരിക അവസ്ഥയാണ് പ്രേരകങ്ങൾ എന്ന് പറയുന്നത്. മോട്ടീവ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എറൈസ് ചെയ്യുന്ന ഒന്നാണ് മോട്ടീവ് എന്ന് പറയുന്നത്. മോട്ടീവ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ്സാണ് ഹങ്കർ, വിശപ്പ് എന്ന് പറയുന്നത്. വിശപ്പ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നത്. തേഴ്സ്റ്റ്, ദാഹം ഉണ്ടാകുമ്പോൾ വെള്ളം കുടിക്കാൻ തോന്നുന്നു. സെക്യൂരിറ്റി, സുരക്ഷിതത്വം. അതുപോലെ തന്നെ റെക്കഗ്നിഷൻ അഥവാ അംഗീകാരം. അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. നീഡ് ഫോർ കംഫർട്ട്, മറ്റുള്ളവരിൽ നിന്നും കിട്ടേണ്ട കംഫർട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഇൻഡിവിജ്വൽസിനും, ഇതെല്ലാം എല്ലാ ഇൻഡിവിജ്വൽസിനും കോമൺ ആയിട്ടുള്ള ചില മോട്ടീവ്സാണ്. എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ട് കോമൺ ആയിട്ടുള്ള ഒരു മോട്ടീവ്സാണ് ഈ പറഞ്ഞതെല്ലാം. മോട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില വികാരങ്ങളാണ്. ദാറ്റ് എനർജൈസസ്, ആക്ടിവേറ്റ്സ് ആൻഡ് മൂവ്സ് ആൻഡ് ഡയറക്ട്സ് ബിഹേവിയർ ടുവേഴ്സ് ഗോൾസ്. ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് എന്താണോ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന ചില എനർജികളോ അല്ലെങ്കിൽ ഇന്നർ സ്റ്റേറ്റുകളോ ആക്ടിവേറ്റുകളോ മൂവ്സുകളോ ആണ് പ്രേരക ഘടകങ്ങൾ അഥവാ മോട്ടീവ്സ് എന്ന് പറയുന്നത്. ലക്ഷ്യം നേടുന്നതിന് വേണ്ടി വ്യക്തികളെ ഉദ്ദീപിപ്പിക്കുന്ന ആന്തരിക അവസ്ഥയെ, വ്യക്തികളുടെ ഉള്ളിൽ തന്നെയുള്ള ആന്തരികമായ അല്ലെങ്കിൽ ഇന്നർ സ്റ്റേറ്റ് ആയിട്ടുള്ള അവസ്ഥകളെയാണ് പ്രേരക ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇത് ആവശ്യങ്ങളിൽ നിന്നാണ് ഈ പ്രേരക ഘടകങ്ങൾ ഉണ്ടാകുന്നത്. ആവശ്യങ്ങളില്ലാത്ത സമയത്ത് പ്രേരക ഘടകങ്ങൾ ഉണ്ടാവില്ല. ദാഹം ഉണ്ടാകുമ്പോഴാണ് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നത്. അതുപോലെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത് വിശപ്പുണ്ടാകുമ്പോഴാണ്. അതുപോലെ അംഗീകാരങ്ങളാകാം, അഫിലിയേഷൻസ് ആകാം, തേഴ്സ്റ്റ്, സെക്യൂരിറ്റി, നീഡ് ഫോർ കംഫർട്ട്, ഇതൊക്കെ നമുക്ക് മോട്ടീവായിട്ട് പറയാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് മോട്ടിവേറ്റർ. ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസാണ്. മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രേരകങ്ങൾ. മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രേരക ഘടകമാണെങ്കിൽ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ പ്രേരക ഘടകങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് മോട്ടിവേറ്റർ എന്ന് നോക്കാം. മോട്ടിവേറ്റർ ഈസ് ദ ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. മാനേജേഴ്സ് യൂസ് ഡൈവേഴ്സ് മോട്ടിവേറ്റേഴ്സ് ലൈക്ക് പേ, ബോണസ്, പ്രൊമോഷൻ, റെക്കഗ്നിഷൻ, പ്രൈസ്, റെസ്പോൺസിബിലിറ്റി, എക്സെട്ര ഇൻ ദ ഓർഗനൈസേഷൻ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ ടു കോൺട്രിബ്യൂട്ട് ദെയർ ബെസ്റ്റ്. അതായത് സ്ഥാപനത്തിലെ ജോലിക്കാരെ പ്രചോദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെയാണ് പ്രേരകങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ജോലിക്കാരെ പ്രചോദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് പ്രേരകങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലുള്ള ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകളാണ് മോട്ടിവേറ്റർ എന്ന് പറയുന്നത്. മാനേജേഴ്സിന് എന്തൊക്കെ ചെയ്യാം? വ്യത്യസ്ത തരത്തിലുള്ള മോട്ടിവേറ്റേഴ്സ് ഉപയോഗിക്കാം. ഉദാഹരണം പേ എന്ന് പറഞ്ഞാൽ എന്താണ്? ശമ്പളം. പിന്നെ അതുപോലെ തന്നെ ബോണസ്, അതുപോലെ തന്നെ പ്രൊമോഷൻ, ഹയർ സ്റ്റാറ്റസിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. അംഗീകാരങ്ങൾ അല്ലെങ്കിൽ റെക്കഗ്നിഷൻ, പിന്നെ അതുപോലെ തന്നെ പ്രശംസ, പ്രൈസ്, റെസ്പോൺസിബിലിറ്റി, എക്സെട്ര. ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന പ്രൈസ്, പ്രശംസയാകാം.
അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ആകാം. ഇതൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിൽ കൂടെ അവരുടെ ഏറ്റവും ഉന്നതമായ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ അവരെ സഹായിക്കുന്നുണ്ട്. ലാസ്റ്റ് പറയുന്നത് ഇൻസെൻറ്റീവ്സ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഇൻസെൻറ്റീവ്സ്. എന്താണ് ഇൻസെൻറ്റീവ്? ഇതും നിങ്ങൾ കേട്ട വാക്കാണ് ഇൻസെൻറ്റീവ് എന്നുള്ളത്. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. ഇൻസെൻറ്റീവ്സിൻ്റെ മലയാളം ആനുകൂല്യങ്ങൾ എന്നാണ്. എന്താണ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ? ഇൻസെൻറ്റീവ്സ് മീൻസ് ആൾ മെഷേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ടു ഇംപ്രൂവ് പെർഫോമൻസ്. ഇൻസെൻറ്റീവ്സ് മേ ബി ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. സാലറി, ബോണസ്, കമ്മീഷൻ എക്സെട്ര ആർ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. റെക്കഗ്നിഷൻസ് ആർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് ജോലിക്കാരെ പ്രചോദിപ്പിക്കുന്നതിനുള്ള നടപടികളെയാണ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്. പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് ജോലിക്കാരെ പ്രചോദിപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെന്തൊക്കെയാകാം? സാമ്പത്തിക ആനുകൂല്യങ്ങളുണ്ട്, സാമ്പത്തിക ഇതര ആനുകൂല്യങ്ങളുണ്ട്. സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സാലറി, ബോണസ്, കമ്മീഷൻ ഇതിനെയൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക ഇതര ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റെക്കഗ്നിഷൻസ് അഥവാ അംഗീകാരങ്ങൾ എന്ന് പറയും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളെയും ഇൻസെൻറ്റീവ്സ് എന്ന് പറയാം. അത് ധനപരമായതുണ്ട്, ധനപരമല്ലാത്തതുണ്ട്. ധനപരമായ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് സാലറി, ബോണസ്, കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ ധനപരമല്ലാത്ത ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള ഡയറക്ഷൻ എലമെൻറ്റുകളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ പ്രചോദനം, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നേതൃത്വം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട്. സൂപ്പർവിഷൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ്, മോട്ടിവേഷൻ്റെ തിയറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലീഡറിൻ്റെ ഗുണങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലുകൾ, പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ബരിയർ എന്നൊക്കെ കൊണ്ട് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മോട്ടിവേഷൻ, അതുപോലെ ലീഡർഷിപ്പ്, പിന്നെ അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ. 4 ഘടകങ്ങളാണ് ഇതിനുള്ളത്. സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 4 ഘടകങ്ങളാണ് ഡയറക്ഷനുള്ളത്. അതിനുശേഷം നമ്മൾ 3 ടേംസുകൾ പറഞ്ഞു. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ചില 3 പ്രധാനപ്പെട്ട ടേംസ്. ഒന്ന് മോട്ടീവ്, പിന്നെ ഒന്ന് മോട്ടിവേറ്റർ, പിന്നെ ഒന്ന് ഇൻസെൻറ്റീവ്. മോട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രേരക ഘടകം, മോട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ പ്രേരകങ്ങൾ, ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, താങ്ക് യു.